ജാതിയുമായി ബന്ധപ്പെട്ട ദുരഭിമാന കൊലപാതകങ്ങൾ തടയാൻ പ്രത്യേക നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് തമിഴക വെട്രിക്കഴകം ടി.വി.കെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. നിലവിലുള്ള നിയമങ്ങൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ പര്യാപ്തമല്ലെന്നും കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ശിക്ഷ മാതൃകാപരമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ടി.വി.കെയുടെ പുതിയ നീക്കം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തൂത്തുക്കുടി സ്വദേശിയുമായ കെവിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ടി.വി.കെ ജനറൽ സെക്രട്ടറി ആദവ അർജുന സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ജൂലൈ 27-നാണ് കെവിൻ കൊല്ലപ്പെട്ടത്. പോലീസ് ദമ്പതികളുടെ മകളുമായി പ്രണയത്തിലായിരുന്ന കെവിൻ പെൺസുഹൃത്ത് ജോലി ചെയ്തിരുന്ന തിരുനെൽവേലി പാളയംകോട്ടയിലുള്ള ആശുപത്രിക്ക് സമീപം കാണാൻ ചെന്നപ്പോൾ സഹോദരൻ സുർജിത്ത് ബലമായി പിടിച്ചുകൊണ്ടുപോയി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട സുർജിത്ത് പിന്നീട് പാളയംകോട്ടെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സുർജിത്തിന്റെ മാതാപിതാക്കൾ സംസ്ഥാന പോലീസിൽ സബ് ഇൻസ്പെക്ടർമാരായിരുന്നു. പോലീസ് കേസെടുത്തതോടെ ഇരുവരെയും സസ്പെൻഡ് ചെയ്തു. പിതാവ് ശരവണനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കെവിന്റെ കേസ് ഒറ്റപ്പെട്ടതല്ലെന്നാണ് തമിഴ്നാട്ടിലെ പ്രമുഖ ആക്ടിവിസ്റ്റുകൾ പറയുന്നത്. മധുര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദലിത് അവകാശ സംഘടനയായ എവിഡൻസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2015 മുതൽ സംസ്ഥാനത്ത് ഏകദേശം 80-ൽ കൂടുതൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ടി.വി.കെയ്ക്ക് പുറമെ വിടുതലൈ ചിരുതൈകൾ കക്ഷി, CPI, CPM തുടങ്ങിയ പാർട്ടികളും ദുരഭിമാന കൊലയ്ക്കെതിരെ പ്രത്യേക നിയമനിർമ്മാണം വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.